വജ്ര രചന ഹിമ നവീൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. പ്രണവ് ആ പേരവന്റെ സ്വസ്ഥതയെടുത്തുന്നുണ്ട്. തനിക്കും പ്രണവിനിടയിലുള്ള സൗഹൃദമോ സ്നേഹമോ കരുതലോ ഒന്നും അവന്റെ ഉള്ളിൽ ഒരു കണിക പോലും പരിഭവം ഉണ്ടാക്കുന്നില്ല. പക്ഷേ എബിക്കും വജ്രക്കുമിടയിൽ പ്രണവ് തീർക്കുന്ന മതിൽ അത് അവനൊരു കാലത്തും ക്ഷമിക്കാൻ കഴിയില്ല. അതിന്റെ പേരിൽ അവനുണ്ടാക്കാൻ പോകുന്ന വഴക്കും ബഹളവും തന്നെ ധർമ്മസങ്കടത്തിലാക്കുമെന്ന ഭയവും എബിക്കുണ്ട്. അതാണിപ്പോൾ കണ്ടത്, പറയാതെ പറഞ്ഞത്. നെടുവീർപ്പിട്ടുകൊണ്ട് വജ്രയോടെ കൈ അവനിൽ നിന്ന് വിടുവിക്കാൻ ശ്രമിച്ചു തുടങ്ങിയതും അവനൊന്നുകൂടി മുറുക്കി പിടിച്ചു. വീടില്ലെന്ന പോലെ, ആർക്കു വേണ്ടിയും പിന്മാറില്ലെന്ന പോലെ. എനിക്ക് ആ കവളിൽ തൊടാനായി ബി, ചെറുചിരിയോടെ പറഞ്ഞ ആ സെക്കൻഡിൽ കൈയുള്ള അവന്റെ പിടുത്തമയഞ്ഞു. കുഞ്ഞുകുട്ടിയുടെ ആകാംക്ഷയോടെ അവനവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. നെഞ്ചിരിപ്പ് വീണ്ടും ഹിമാലയം കയറാൻ തുടങ്ങി. ആൾ വലത് കൈപ്പത്തിക്കൊണ്ട് അവന്റെ കവളിൽ പതിയെ തലോടി. അടുത്ത സെക്കൻഡിൽ തന്നെ പിൻവലിച്ച നിമിഷം തന്നെ ആ കൈ വീണ്ടും അവൻ പിടിച്ചു വെച്ചു. വജ്ര ചെറിയ ജാളിതയോടെ മുഖം താഴ്ത്തി 2 നിമിഷത്തിന് ശേഷം അവന്റെ മുഖത്തേക്ക് നോക്കി. കണ്ണടച്ച് നിൽക്കുകയാണ് അവൻ. കഴിഞ്ഞ നിമിഷത്തെ മനസ്സിലിട്ട് താലോലിക്കുകയാണെന്ന് മനസ്സിലായി. ആളുടെ ചുണ്ടിൽ ചെറിയ ചിരി വിടർന്നു. എന്തിനങ്ങനെ ചെയ്തു എന്നറിയില്ല. ചുറ്റും ആരുമില്ലെന്ന ധൈര്യം മാത്രമായിരുന്നു ഉള്ളിലപ്പോൾ. അവനെ ഒന്ന് ശാന്തമാക്കാൻ, ഒന്ന് സാന്ത്വനിപ്പിക്കാൻ. താൻ പറഞ്ഞു തീരും വരെ എബി കണ്ണു തുറക്കില്ലെന്ന് അവൾക്ക് തോന്നി. പ്രണവ് ഇതറിയുമ്പോൾ ഒത്തിരി ബഹളം വയ്ക്കും, എന്നെ ഒരുപാട് വഴക്ക് പറയും, മിണ്ടാ നടക്കും. ശരിയാ, നിങ്ങൾക്കിടയിലുണ്ടായ കുഞ്ഞു കുഞ്ഞു വഴക്കുകൾ പോലും അവൻ തന്നെയാണ് വലുതാക്കിയതും മറക്കാതെ മനസ്സിൽ കൊണ്ട് നടക്കുന്നു. എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് അബി. നെടുവീർപ്പെട്ടുകൊണ്ട് അവൾ നിർത്തി. ആദ്യമായി അവന് കിട്ടിയ കൂട്ടുകാരി ഞാനാണ്. പക്ഷേ അവൻ്റെ നെഞ്ചിലുള്ള പോലെ എന്നെയും ചേർത്ത് വെച്ച് ഞാൻ ഏറ്റവും ഇൻസെക്യൂർഡായി നിന്ന സമയത്താണ്. +1 ആദ്യ ദിവസങ്ങൾ എന്തോരം മാനസിക സമ്മർദ്ദം അടക്കി പിടിച്ചിരുന്നെന്നറിയോ ബിക്ക്? ആ നിമിഷം അവൻ കണ്ണു തുറന്നു. വല്ലായ്മയോടെ ചോദ്യഭാഗത്തോടെ അവൻ കൈകളിൽ വിരലമർത്തി. നീർത്തിളക്കമുള്ള കണ്ണുകളിലേക്ക് നോക്കി, അരുതെന്ന് പറയുന്നവനെ നോക്കി. ചെറുചിരിയോടെ വിരൽ തുമ്പുകൊണ്ട് കൺകോണിൽ പതിയെ തൊട്ട് അവൾ അകലേക്ക് നോക്കി. നാട്ടിൽ വെച്ച് അമ്മാവനും അമ്മായിമാരും അച്ഛനും തമ്മിലുണ്ടായ വഴക്ക്, അമ്മയുടെ ഹോസ്പിറ്റൽ വാസം, തറവാട് ഭാഗം വെക്കല്, എല്ലാവരും കൂടി അച്ഛനെയും അമ്മയും എന്നെ ഒറ്റപ്പെടുത്തിയത് അങ്ങനെയായിരുന്നു. എല്ലാം കൂടി മനസ്സ് കൈപ്പിടിയിൽ ഒതുങ്ങാതെ പോയിരുന്ന സമയത്താണ് കൂട്ടുകാരെ വിട്ട് നാട് വിട്ട് ഇങ്ങോട്ടുള്ള പറിച്ചിടല്. ഇത് അച്ഛൻ്റെ നാടാണെങ്കിലും അച്ഛൻ പഠിച്ചു പോകണമെന്നൊക്കെ എൻ്റെ മുത്തശ്ശിയുടെ തറവാട്ടിലാണ്. മുത്തശ്ശി മരിച്ചതിൽ പിന്നെ മുത്തശ്ശൻ മനസ്സ് കൈപ്പിടിയിൽ ഒതുക്കാൻ പാടുവിട്ട് പല യാത്രകളായിരുന്നു. അച്ഛനെ മുത്തശ്ശിയുടെ വീട്ടിൽ നിർത്തി. അങ്ങനെ അച്ഛൻ ആ നാട്ടുകാരനായി. ഇവിടേക്ക് ഞാൻ ചെറുപ്പത്തിലോ മറ്റോ വന്നതാണ്. എപ്പോഴെങ്കിലൊക്കെ മുത്തശ്ശൻ അങ്ങോട്ട് വരാനാണ് പതിവ്. ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായതിൽ പിന്നെയാണ് അദ്ദേഹത്തിൻ്റെ നാളേറെയായിട്ടുള്ള ആഗ്രഹം അച്ഛൻ സ്വീകരിച്ചു ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. അത്രയധികം മെൻ്റൽ സ്ട്രെയിൻ അനുഭവിച്ചിരുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്കൊരു സഹോദരൻ ഉണ്ടായിരുന്നെങ്കിലെന്ന്. അച്ഛന് കരുത്തായി, അമ്മയ്ക്കും എനിക്കും ധൈര്യമായി അങ്ങനെ ഒരാളെ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒത്തിരി. ആ സ്ഥാനത്തേക്ക് എൻ്റെ മനസ്സ് കൂടിയിരുത്തിയത് പ്രണവിനെയാണ്. എബിയുടെ നെഞ്ചിലേക്ക് മുള്ളുകൾ കുത്തിക്കയറിയ പോലെ അവരൊന്ന് പിടഞ്ഞു. എന്തു പറയും വജ്ര നിന്നോട് ഞാൻ? അറിയില്ല എനിക്ക് നീ എങ്ങനെയത് താങ്ങുമെന്ന്. ആളുടെ കണ്ണിൽ നിന്ന് ഓട്ടം മാറ്റിയവൻ വിങ്ങുന്ന നെഞ്ചോടെ പള്ളിയുടെ മുകൾ ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന കുരിശിലേക്ക് നോക്കി. ആ ദിവസങ്ങളിൽ എത്ര പെട്ടെന്ന് എൻ്റെ ഉള്ളിലെ കനൽ മുഴുവൻ എടുത്തു കളഞ്ഞ് അവനെനിക്ക് നല്ല സുഹൃത്തായി മാറിയത്. എൻ്റെ പേടി, ആളുകളെ ഫേസ് ചെയ്യാനുള്ള മടി, അങ്ങനെയെല്ലാം എൻ്റെ ഉള്ളിൽ ഇൻസെക്യൂർഡ് മൈൻഡെല്ലാം ഇല്ലാതാക്കിയവൻ. അവൻ്റെ സംസാരം, പെരുമാറ്റം അതൊക്കെ എന്നെ പഴയ വജ്രയാക്കി മാറ്റി. എനിക്ക് എന്നൊരു ആത്മവിശ്വാസം ഉണ്ടായി. എൻ്റെ പേരൻസിനോട് അന്നൊക്കെ ഞാനെപ്പോഴും പറയായിരുന്നു പ്രണവ് അവരുടെ മൂത്ത മകനാണെന്ന്. അവൻ അങ്ങനെ തന്നെയാണ് സ്നേഹിക്കുന്നത്. അന്ന് ആ ദിവസം പ്രണവ് അവൻ്റെ ജീവൻ പോലും നോക്കാതെ അമ്മയെയും അച്ഛനെയും രക്ഷിച്ച് എൻ്റെ ജീവിതത്തിന് സന്തോഷത്തിന് കാവലായിരുന്ന ദിവസം എൻ്റെ പ്രണവിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് ഞാൻ കരഞ്ഞപ്പോൾ ഞാൻ ആഗ്രഹിച്ച പോലെ ദൈവം എനിക്ക് കൂടപ്പറപ്പിനെ തന്ന സന്തോഷവും ധൈര്യവും എൻ്റെ മനസ്സിനെ എത്രത്തോളം വരിഞ്ഞു മുറിക്കിയെന്ന് പറയാൻ അറിയില്ലേ ബി. എനിക്ക് അവരോടുള്ള കടപ്പാട് പറഞ്ഞെടുക്കാൻ അറിയില്ലേ ബി. മുഖം താഴ്ത്തി കണ്ണീർ വാർക്കുന്നവളെ കണ്ട് നെഞ്ചു പിടച്ചുകൊണ്ടവൻ നോക്കി. കണ്ണീര് തുടച്ചു കൊടുക്കുമ്പോഴും ഉള്ളുകിടന്ന് പൊരിയുകയാണ്. എങ്ങനെ ഒരിക്കലും എല്ലാവരും ഉൾക്കൊള്ളുമെന്നോർത്ത്. കരയില്ല വെച്ചാ ഇടറിയിരുന്ന അവൻ്റെ ശബ്ദം. എത്ര വാശി കാണിച്ചാലും ബഹളം വെച്ചാലും എൻ്റെ കണ്ണ് നിറഞ്ഞ എപ്പിക്ക് പൊള്ളുന്ന പോലെ അവനും പൊള്ളും. സഹിക്കാൻ അവനും കഴിയില്ല ബി. അങ്ങനെയുള്ള അവൻ ഇത്തിരി സമയം എടുത്താലും എൻ്റെ ആഗ്രഹം കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് എബിയോടൊപ്പം മാത്രമേ ജീവിതമുള്ളൂ എന്നവന് മനസ്സിലാവുമ്പോൾ പിന്നെ ഒരു ഇഷ്ടക്കേടും കാണിക്കില്ല അവൻ. എബിയോട് അടുപ്പം കാണിച്ചില്ലെന്ന് വരാം, എങ്കിലും എൻ്റെ ഈ തീരുമാനത്തിന് സന്തോഷത്തിന് എതിരെ നിൽക്കില്ല അവൻ. എനിക്ക് അവനെ സമ്മതിപ്പിക്കാൻ പറ്റും. സമയം പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോലെ ഞാൻ എല്ലാം അവതരിപ്പിക്കാം. എബി ഉള്ളിൽ പരിഹാസത്തോടെ നെടുവീർപ്പെട്ടു. ദയനീയമായി അവൾ നോവിച്ചിരിക്കാൻ ശ്രമിച്ചു. എന്തു പറയും വജ്ര ഞാൻ നിന്നോട്? അവൻ്റെ സമ്മതത്തോട് ഒരിക്കലും നമ്മൾ ഒന്നിക്കില്ലെന്ന് നിന്നോട് എങ്ങനെ പറയാനാണ് ഞാൻ? ഐ ആം ഹെൽപ്ലെസ് വജ്ര. അവൻ വായവർക്കാതെ നിന്നോട് ഇത് ഞാൻ പോലും പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് കാത്തിരിക്കല്ലാതെ എനിക്ക് മുന്നിൽ മറ്റൊരു വഴിയുമില്ല. ഇനി പ്രണവ് ഒരു തരത്തിൽ ഇതിന് സമ്മതിക്കില്ലെന്നാണെങ്കിൽ. ആളുടെ വാക്കുകൾ കേട്ട് പിടച്ചിലൂടെ അവൻ ആ കണ്ണിലേക്ക് നോക്കി.
നെഞ്ചിലേതോ ഭയപ്പെടുത്തുന്ന താളം മുറുകി. വ്യക്തമായ കാരണവും പറയണം. എന്റെ തീരുമാനത്തിൽ 100% ശരിയും നന്മയുള്ളതുകൊണ്ട് എബിക്ക് പകരം മറ്റാരും എൻ്റെ ഉള്ളിൽ ആ സ്ഥാനത്തേക്ക് വരില്ല. അതിനി എന്തൊക്കെ സംഭവിച്ചാലും മറ്റൊരു മുഖം ഞാനിവിടെ ഒട്ടിച്ചേർക്കില്ല. പ്രണവ് എന്തെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് വിശ്വസിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് അതിനുവേണ്ടി ഓരോ നിമിഷവും ശ്രമിക്കുകയും ചെയ്ത് ഞാൻ ഈ കൈ പിടിച്ചിരിക്കും. ഇതെന്റെ വാക്ക്. ഒരിക്കലും തെറ്റിക്കില്ലെന്ന് എൻ്റെ അച്ഛനമ്മമാരെ തൊട്ട് സത്യമിട്ടതേ ഈ കർത്താവിന് സാക്ഷിയാക്കി വച്ചിരുന്ന വാക്ക്. എബിയുടെ കണ്ണിൽ നോക്കി ദൃഢമായി അവൾ പറഞ്ഞു തീരുമ്പോഴേക്കും ഇരുവരുടെയും കൂട്ടിപ്പിടിച്ച കൈകളിലേക്ക് 2 തുള്ളി കണ്ണീരിറ്റു വീണു. മിഴികൾ പിടച്ചുകൊണ്ട് അവൾ അങ്ങനെ നിന്നുപോയി. എബിയുടെ കണ്ണിൽ നിന്ന് അടർന്നു വീണ ആ തുള്ളികളിലേക്കോ അവന്റെ മുഖത്തേക്കും കണ്ണു നിറച്ചുകൊണ്ട് അവളും മാറി മാറി നോക്കി. ഇരുവരും നിറകണ്ണുകളോടെ പതിയെ ചിരിച്ചു തുടങ്ങി. വീണ്ടും എന്തോ അനൗൺസ്മെന്റ് കേട്ടാണ് ഇരുവരും പരസ്പരം മറന്ന് കണ്ണിൽ നോക്കി നിമിഷത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു വീണ്ടും പുഞ്ചിരിച്ചു പോയി. പോവാൻ സമയമായി ബി. പിരിയാൻ ആഗ്രഹിക്കുന്നതിൽ കൂടി സമയമായിരിക്കുന്നു. കോർത്തു പിടിച്ച കൈകൾ വിടുവിക്കാൻ ഇഷ്ടമില്ലാത്ത പോലെ മുഖം വെട്ടിച്ച് പിറുവിറുക്കുന്ന കണ്ടവൾക്ക് ചെറിയ ചിരി വന്നിരുന്നു. ഫ്രീ ആകുമ്പോഴേക്കും മെസ്സേജ് ചെയ്യണം, രാത്രി വിളിക്കണം, ഞാൻ കാത്തിരിക്കും. ഫോൺ എടുത്ത് ഡയൽ ചെയ്യുന്നതിനിടയിൽ വാശിയോടെ പറയുന്നുണ്ടവൻ. അത്ഭുതത്തോടെ നിൽക്കുകയാണ് അവൾ. അപ്പൊ ഇത്രയും കാലം നമ്പർ കയ്യിലുണ്ടായിട്ട് നാളെ ഇതുവരെ ഒരു മിസ് കോൾ പോലും ഉണ്ടായിട്ടില്ല. നീ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? നേരിട്ട് നമ്മൾ ഇഷ്ടം പറയും വരെ വിളിക്കില്ലെന്ന് ഉറപ്പിച്ചാൽ ഞാൻ നമ്പരൊക്കെ സംഘടിപ്പിക്കാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ? സേവ് ചെയ്ത് വെച്ച് ആ പേരിലേക്ക് നോക്കി എത്ര ചീത്ത വിളിച്ചിരിക്കുന്നു. എത്ര ഉമ്മ. കണ്ണിറുക്കി അടച്ച് നാക്കടിച്ചു പോയി. ഇടം കണ്ടിട്ട് നോക്കിയപ്പോൾ കൂർപ്പിച്ച് നോക്കുന്നുണ്ട് അവൾ. ചുണ്ടിലൊരു ചിരി ഒളിപ്പിക്കുന്നില്ലേ? നീ നിനക്ക് തിരിച്ചു വിളിക്കാനോ ഉമ്മ തരണ്ടെന്ന് ഞാൻ പറഞ്ഞു. മറ്റെങ്ങോ നോക്കിയവൻ പറഞ്ഞിട്ട് പൊട്ടിച്ചിരിച്ചവൾ സ്ഥലകാലബോധം വന്ന് വായ പൊത്തി ചുറ്റും നോക്കി. ചിരി കടിച്ചു പിടിച്ചിരിക്കുകയാണ് എബിയും. റേഞ്ച് ഇഷ്യൂ ശരിയായി ഫോണിലേക്ക് റിങ് വന്നു. ആ കണ്ണു മിഴിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. മൈ പ്രിൻസ് കോളിംഗ്. ഹൃദയത്തിലേക്ക് ഒരു മഞ്ഞുമഴ വീണ പോലെ. ഹിഡനായിരുന്നു, എനിക്ക് മാത്രം കാണാനൊരു രാജകുമാരൻ. പറയുന്നതിനൊപ്പം അവന്റെ ഫോൺ കയ്യിലേക്ക് വാങ്ങിയിരുന്നവൾ സ്ക്രീനിലേക്ക് നോക്കി. ശേഷം ചെറുചിരിയോടെ അവന്റെ മുഖത്തേക്കും. മൈ ഏഞ്ചൽ, എനിക്ക് മാത്രം പ്രണയിക്കാനും സ്നേഹിക്കാനുമായിട്ടൊരു മാലാഖ. ആളുടെ കണ്ണിൽ നോക്കി അവനും പറഞ്ഞു. ഇരുവരും കൈകോർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. സെമിത്തേരി കഴിഞ്ഞ് മുമ്പിലേക്ക് തിരിയും മുമ്പേ അവനും നിന്നു. എന്തേന്ന് കണ്ണുകൾ കൊണ്ട് ചോദിച്ച പെണ്ണിനെ അങ്ങേയറ്റത്ത് സ്നേഹത്തോടെ നോക്കി, പ്രണയത്തോടെ നോക്കി. ഈ ദിവസം എന്നും എനിക്ക് എന്റെ മനസ്സിൽ സൂക്ഷിക്കണം, സ്പെഷ്യലാക്കി നെഞ്ചിനകത്ത് പൂഴ്ത്തണം. സോ പറഞ്ഞു നിർത്തി. എന്താണ് സംഭവിക്കുന്നതെന്ന് വജ്ര ഗ്രഹിച്ചെടുക്കും മുമ്പേ ചുറ്റും നോക്കി അവൻ കോർത്തു പിടിച്ച കൈകൾ തന്റെ മുഖത്തിന് നേരെ പിടിച്ച് ആളുടെ കയ്യിൽ അമർത്തി മുത്തി. ഉച്ചി മുതൽ ഉള്ളംകാല് വരെ തരിപ്പ് പടർന്നതായി തോന്നിയവൾക്ക്. ശ്വാസമെടുക്കാൻ പോലും മറന്നു നിൽക്കുന്നവൾ നോക്കി ചിരി കടിച്ചു പിടിച്ചവളുടെ കവിളിൽ പതിയെ തട്ടി. ആൻഡ് ഐ ലവ് യു മൈ ഏഞ്ചൽ. കാതോരത്തേക്ക് മുഖമടുപ്പിച്ച് നേരത്തെ ശബ്ദത്തിൽ പറഞ്ഞ് മുന്നോട്ടേക്ക് ഓടിയിരുന്ന എബി കണ്ണുമിഴിച്ചിരുന്ന ആ സെക്കൻഡുകൾ താണ്ടി ബോധത്തിലേക്ക് വരുമ്പോഴേക്കും പള്ളിമുറ്റത്തേക്ക് ഓടി കാറിൽ കയറിയിരുന്നിരുന്നവൻ. അവൻ ചുംബിച്ച കൈപ്പത്തിയിലേക്കും അവൻ പോയ വഴിയിലേക്കും മാറി മാറി നോക്കി. അവസാനം കണ്ണിറുക്കി അടച്ചിരിച്ചുകൊണ്ട് അവിടെയുള്ള ഒരു മരക്കുറ്റിയിലേക്ക് അവൾ ചാരി നിന്നു. പള്ളിയിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയിരുന്ന അപ്പോഴേക്കും കാറിൽ വന്നുകൊണ്ടിരുന്ന ബഷീറും പ്രണവും വളരെയധികം സന്തോഷത്തിലായിരുന്നു. ഫാത്തിമയുടെ ചെക്കൻ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയാണ്. ജോലി സ്ഥലത്തും അയാളുടെ നാട്ടിലും പിന്നെ പലയിടത്തും നടത്തിയ അന്വേഷണത്തിൽ നല്ലൊരു മനസ്സിന്റെ ഉടമയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ഫാത്തിമയെ അത്രയേറെ ഇഷ്ടപ്പെട്ടെന്ന് അയാൾ വന്ന് കണ്ടുപോയപ്പോഴേ അറിയിച്ചതാണ്. ആൾക്കും താല്പര്യം തന്നെയാണ്. എല്ലാം കൊണ്ടും മനസ്സറിഞ്ഞിരുന്നു ബഷീറിന്റെ. അവന്റെ അതേ സന്തോഷം തന്നെയാണ് പ്രണവിനും. വജ്ര വിളിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. നെറ്റ്വർക്ക് പ്രോബ്ലം കാരണം ലൈൻ കിട്ടുന്നേയില്ല. സിഗ്നൽ പെട്ടി കിടക്കുന്ന നേരത്ത് തൊട്ടപ്പുറത്തേക്ക് പ്രണവിന്റെ നോട്ടമെത്തി നിന്നപ്പോൾ അവന്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. ഒരാളുടെ ബൈക്കിന് പിറകിൽ അയാളെ വയറിലൂടെ കൈയിട്ട് പുറത്തേക്ക് ചാഞ്ഞിടക്കുകയാണ് ഒരു പെൺകുട്ടി. ഏതോ ഒരു വലിയ യാത്ര കഴിഞ്ഞുള്ള വരവാണെന്ന് തോന്നുന്നു. അവന് വജ്രയെ ഓർമ്മ വന്നു. കോളേജ് ബസ് പണിമുടക്കിയ ഒരു ദിവസം ബൈക്കിൽ തന്നോടൊപ്പം തന്നെ തോൾ കവച്ച് യാത്ര ചെയ്ത് ഓർമ്മ വന്നു. വജ്ര, റിയലി മിസ് യു. എവിടെയാ നീ? മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചെറുചിരിയോടെ വീണ്ടും ഡയൽ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മുടെ വജ്രയ്ക്ക് വേണ്ടി നമ്മളിങ്ങനെ ഇറങ്ങും അല്ലേടാ, ആളുടെ ചെക്കനെ കുറിച്ച് അന്വേഷിക്കാൻ. ആളിനി ആരെങ്കിലും പ്രേമിച്ചാലും നമ്മൾ 2 ആംഗ്ലമാർക്കും നന്നായി ബോധിച്ചിട്ടേ കേട്ടുറപ്പിക്കുമെന്ന് പറയണം പെണ്ണിനോട്. വജ്രയുള്ള അങ്ങേയറ്റത്തെ സ്നേഹം ചാലിച്ച് കുറച്ചുറക്കെ ചിരിച്ചുകൊണ്ട് ബഷീർ പറഞ്ഞു കേട്ട് ഡയൽ ചെയ്തുകൊണ്ടിരുന്ന പ്രണവിന്റെ വിരൽ നിശ്ചലമായി. തൊണ്ടയിലേക്ക് ഒരു തീനാളം പതഞ്ഞു പൊങ്ങി വന്നു. ഗദ്ഗതമായത് ശ്വാസം മുട്ടിച്ചു. ഛർദിച്ച് കളയണമെന്ന് തോന്നും വിധം മനസ്സ് അസ്വസ്ഥമായി. നെഞ്ചു വിങ്ങുന്നു. അവൻ കണ്ണുകൾ ഇറുക്കിയടച്ച് സീറ്റിലേക്ക് ചാരി. കൺപീലികൾ തടഞ്ഞു വെച്ച കണ്ണുനീർ പുറത്ത് ചാടുമെന്ന് തോന്നിയ നിമിഷം സീറ്റ് ബെൽറ്റ് ശരിയാക്കാറുന്ന പോലെ പുറത്തേക്ക് നോക്കി ഡോറിന് അഭിമുഖമായി ചെരിഞ്ഞിരുന്നവൻ ധൃതിയിൽ കണ്ണുകൾ തുടച്ചു. ബഷീർ ഇപ്പോഴും എന്തൊക്കെയോ പറയുന്നുണ്ട്. ഫാത്തിമയുടെ വിവാഹം അവന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ്. അതിന്റെ സന്തോഷത്തിലാണ് അവൻ. മനസ്സിലെന്നോ പ്ലാൻ ചെയ്തു വെച്ച നിക്കാഹിന്റെ ഓരോ ഒരുക്കങ്ങളെക്കുറിച്ചും വാതോരാ പറഞ്ഞുകൊണ്ടിരുന്ന ബഷീറിന്റെ മുഖത്തേക്ക് നെഞ്ചുപൊടിയുന്ന വിങ്ങലോടെ പ്രണവ് നോക്കി.
ഫാത്തിമയുടെ നിക്കാഹിന് വജ്രക്കണിയാള ഡ്രസ്സ് അവന്റെ വകയാണെന്ന് ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ് അവൻ. ആളെയും കൂട്ടി നമുക്ക് രണ്ടുപേർക്കും കൂടി പോയി എടുക്കാമെന്നൊക്കെ ഒത്തിരി സന്തോഷത്തോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ചെറിയ കാര്യം പറയുമ്പോൾ പോലും ഫാത്തിമയുള്ള അതേ അളവിൽ വജ്രയോട് കാണിക്കുന്ന അവന്റെ സഹോദര സ്നേഹം കാണുമ്പോൾ ചതിയൻ ചതിയൻ എന്നാരോ ഉറക്കെ തന്നെ വിളിക്കുന്നത് കാതുകളിൽ തുളച്ചു കയറുന്നതായി പ്രണവിന് തോന്നി. ശ്വാസം മുറുകി കൈമുഷ്ടികൾ ചുരുണ്ടു. സീറ്റിലേക്ക് വീണ്ടും ചെരിഞ്ഞിരുന്നവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നു. തൊണ്ട വറ്റി വരളുന്നുണ്ട്. ഒരിറ്റു വെള്ളത്തിനായി ചങ്ക് പിടയുന്ന പോലെ. കണ്ണുനീർ ഒഴുകിയിറങ്ങിയ നിമിഷം പരിസരബോധം വീണ്ടെടുത്തവൻ മുഖം അമർത്തി തുടച്ചു. ഏതോ ഷോർട്ട് കട്ടിൽ നിന്നും മെയിൻ റോഡിലേക്ക് വണ്ടി ശ്രദ്ധയോടെ വളക്കിയായിരുന്നു ബഷീർ. അപ്പോൾ എന്നോട് പൊറുക്കാൻ പറ്റുമോ ബഷീർ നിനക്ക്? എന്റെ ഉള്ളിൽ ഓരോ നിമിഷവും നീറിപ്പോകുന്ന സത്യം നീ അറിയുമ്പോൾ എന്നെ വെറുത്തുപോയില്ലേ നീ? വജ്ര അവളെ പെങ്ങളായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല ബഷീർ. എനിക്ക് ജീവിക്കാൻ അവള് വേണണ്ട. എങ്ങനെയാണെന്ന് ഞാൻ നിന്നെ പറഞ്ഞു മനസ്സിലാക്കുക. അവളതറിയുമ്പോൾ എനിക്കറിയില്ല ഞാൻ ആ നിമിഷം എങ്ങനെ താണ്ടുവെന്ന്. പക്ഷേ എനിക്ക് അവളെ വേണം ബഷീർ, വേണം. അവന്റെ മുഖത്തേക്ക് നോക്കി മൗനമായി പറയുമ്പോൾ പ്രണവിന്റെ ഉൾക്കാഴ്ചയിൽ വജ്രക്കും ബഷീറിനും നടുവിലായി. കൈകൂപ്പി ഊർന്നു വീണ് കരഞ്ഞുകൊണ്ട് മുട്ടുകുത്തി നിൽക്കുകയായിരുന്നവൻ. എന്താടാ, എന്തുപറ്റി നിന്റെ മുഖം ഇങ്ങനെ? വയ്യേ? സംസാരിക്കുന്നിടക്ക് പ്രണവിനെ നോക്കുന്നിടയിൽ സീറ്റിലേക്ക് തലയിരിച്ച് തന്നെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്ന അവനെ കണ്ട് വല്ലായ്മ തോന്നി കാർ റോഡിന്റെ അരികിലേക്ക് ഒതുക്കി നിർത്തി. അവന്റെ കൗളിൽ പതിയെ കൈവച്ച് ചോദിച്ച ബഷീറിനെ എന്തോ ഉൾപ്രേരണയാൽ മുറുകെ കെട്ടിപ്പിടിച്ചു പോയി പ്രണവ്. 2 സെക്കൻഡിന് ശേഷം പരിസരബോധം വന്നു ബഷീറിന്റെ തോളിൽ മുഖമമർത്തി കണ്ണീര് തുടച്ചുകൊണ്ട് ദീർഘശ്വാസം എടുക്കുന്ന നിമിഷം തന്നിൽ നിന്ന് അടർത്തി മാറ്റിയ ആവലാതിയോടെ ബഷീർ പ്രണവിനെ ഉറ്റുനോക്കി. എന്താ വയ്യായി കൊല്ലം തോന്നുന്നുണ്ടോ? കളങ്കമില്ലാത്ത അങ്ങേയറ്റത്തെ സ്നേഹം പ്രതിഫലിക്കുന്ന ചോദ്യം കേട്ട് ഉള്ളിൽ 1000 വട്ടം മാപ്പ് പറഞ്ഞ് നെഞ്ചിലെ പൊള്ളി അടരുന്ന വേദന മറച്ചു പിടിച്ച് നിറഞ്ഞ സന്തോഷത്തിന്റെ ഭാവത്തിലേക്ക് അതിവേഗം ഓടിപ്പാഞ്ഞിരുന്നു. ആ നിമിഷത്തിൽ പ്രണവിന്റെ മുഖം. നിന്റെ സന്തോഷം കണ്ടിട്ട് ഉള്ളെറിഞ്ഞടാ. പാതിച്ചേച്ചിയുടെ നിക്കാ, അവളുടെ മനസ്സെറിഞ്ഞുള്ള ചിരി, നിന്റെ എക്സൈറ്റ്മെന്റ് എല്ലാം കൂടി ഓർത്തിട്ട് അല്പം ഇമോഷണലായി പോയതാ. സന്തോഷത്തിന്റെ കണ്ണീരെന്നൊക്കെ പറയില്ലേ, നമ്മൾ എത്ര ആഗ്രഹിച്ച ഇതുപോലെ ഒരാൾ പാത്തുവിന്റെ കൈ പിടിക്കണമെന്ന്, അവളുടെ സ്വപ്നങ്ങൾക്കൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ. അതുപോലെ തന്നെ സംഭവിച്ചില്ലേ? ആ ഒരു സമാധാനമായ ഹാപ്പിനെസ്സും നിന്റെ അതേ അളവിൽ എനിക്കുണ്ടാവില്ലേ? അതാ നെഞ്ചൊക്കെ നിറഞ്ഞ പോലെ. അത്രയും പറഞ്ഞ് ഒരിക്കൽ കൂടി അവൻ ബഷീറിനെ കെട്ടിപ്പിടിച്ച് പുഞ്ചിരിയോടെ പുറത്ത് തട്ടുന്നുണ്ടവൻ. പ്രണവ് സംയമനം വീണ്ടെടുത്ത് ചെറുചിരിയോടെ അടർന്നു മാറി. അത് മാത്രമൊന്നുമല്ല, വജ്രയുടെ കല്യാണം കൂടി ഇപ്പൊ നീ ഒന്ന് ഓർക്ക്. നീ കഴിഞ്ഞ പാത്തു പോകും പോലെ നമ്മളെ വിട്ട് അവൾക്ക് ഒരിക്കലും പോവേണ്ടി വരില്ലെന്ന് കൂടി ഓർത്തു നോക്ക്, ഇല്ലേ? പ്രണവിന്റെ നെഞ്ചിലേക്ക് ആ വാക്കുകൾ ഇടിമിന്നൽ പോലെ വന്നിടിച്ചു. സ്വയം തെറിച്ച് വീണ പോലെ അവന്റെ തല ശക്തമായ വേദനയിൽ പുളഞ്ഞു. ഇടറിയിരുന്നു ബഷീറിന്റെ സ്വരവും. എങ്കിലും ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ടവൻ. ശബ്ദമില്ലാതായി പ്രണവിന് നെഞ്ചു വിങ്ങുന്നു. പാത്തുവിന്റെ ചെക്കനെ പോലെ നല്ല മനസ്സുള്ളൊരുത്തനെ നമ്മുടെ വജ്രക്കും കിട്ടൂടാ. നമ്മുടെ ഫ്രണ്ട്ഷിപ്പും സ്നേഹമൊക്കെ മനസ്സിലാക്കുന്ന ഒരാളെ മാത്രമേ അവൾ തിരഞ്ഞെടുക്കൂ. എവിടേക്ക് പോയാലും എന്നും നമുക്കൊപ്പം അവൾ ഉണ്ടാവും, ഇല്ലേ? അപ്പൊ പിന്നെ അതൊന്നും ഓർത്ത് മനസ്സുണ്ടാക്കരുത്. നീ കേട്ടല്ലോ, അവള് പോവുകയോ? എങ്ങോട്ട് പറയണ നമ്മളെ വിട്ട്? ഈ എന്നെ വിട്ട്? അത് കാണാൻ ഈ പ്രണവ് ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല പക്ഷേ ഞാൻ ആ നിമിഷം താണ്ടിയെന്ന് വരില്ല. 6ാം വിരലോടെ പിറന്ന തറവാടിന്റെ ശാപമായ എൻ്റെ ഈ ജന്മം തിരിച്ചു കൊടുത്ത് പോകും ഞാൻ. എനിക്കെന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന് തോന്നുന്നില്ല. ആ സ്റ്റേജിലേക്ക് ഞാൻ എത്തിപ്പോയി. പക്ഷേ എനിക്ക് അവളെ വേണം. എൻ്റെ സങ്കടം കണ്ടു നിൽക്കാൻ അവൾ കഴിയോ? ഇല്ല, ഒരിക്കലുമില്ല. എൻ്റെ വജ്ര എന്നെ മനസ്സിലാക്കും. വർഷങ്ങൾ വേണ്ടി വരുമായിരിക്കും, എന്നാലും ഞാൻ കാത്തിരിക്കും. എൻ്റെ സ്നേഹത്തിൻ്റെ ശക്തി കൊണ്ട് ഞാൻ അവളെ തോൽപ്പിക്കും. പക്ഷേ ഈ പ്രണവില്ലാതെ വജ്രക്കും സന്തോഷം ഉണ്ടാവോ? ഇല്ല, ഒരിക്കലുമില്ല. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കും. അപ്പം നിനക്കൊത്തിരി സന്തോഷമാവും. ഉണ്ട്, എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ സ്വയം ആർജിച്ചെടുത്ത മനോധൈര്യം കൊണ്ട് പുറത്തേക്ക് നോക്കി മൗനമായി പുലമ്പുമ്പോഴും കാലിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന വജ്രയുടെ മുഖമാണ് തെളിയുന്നത്. ആ കണ്ണുനീർ വീണ്ടും അവൻ്റെ നെഞ്ചിനെ ആഞ്ഞാഞ്ഞ് കുത്തി. നോവറിയും പോലെ നെഞ്ചിലേക്ക് കൈവച്ച് പോയവൻ. വേദനിക്കുന്നുണ്ട് വജ്ര. ഞാൻ ഒറ്റക്കായ പോലെ, എനിക്ക് ആരുമില്ലാതായതുപോലെ. കണ്ണുകൾ അടച്ചങ്ങനെ കിടന്നു. ചുമ്മാ ഞാൻ ഓരോന്ന് പറഞ്ഞ് നിന്റെ മൂഡ് പോയില്ലേ? മ്യൂസിക് കേൾക്കാൻ നിൽക്കാറ്. അവിടെ എത്തി വജ്രയുടെ വീട്ടിൽ കയറിയിട്ട് പോവാം. അവിടെ കാണാൻ തീരും ഈ മൂഡൗട്ട്. ചിരിയോടെ പറഞ്ഞുകൊണ്ട് സ്റ്റീരിയോ ഓണാക്കിയതും കേൾക്കുന്ന FM-ൽ നിന്നുള്ള വിരഹത്തിന്റെ ഈണമാണ്. ഇത് ഇങ്ങനെ തന്നെയാ. മനുഷ്യ സെന്റി അടിക്കാൻ കാത്തിരിക്കാണെന്ന് തോന്നുന്നു ഈ FM-കാര്. നെറ്റി വിളിച്ചുകൊണ്ട് ചേഞ്ച് ചെയ്യാൻ നിന്നോ പ്രണവിന്റെ വിരലുകൾ അവനെ തടഞ്ഞിരുന്നു. പാടികൊട, നല്ല വരികളാ, മ്യൂസിക്കും. അവൻ പറഞ്ഞു കേട്ട് നെടുവീർപ്പെട്ടുകൊണ്ട് ചിരിച്ച് ഡ്രൈവിംഗിലേക്ക് ശ്രദ്ധ തിരിച്ചു ബഷീർ. നെഞ്ചു വലിഞ്ഞു മുറുകാൻ സ്വയം ഇരുന്ന് കൊടുക്കുകയാണെന്ന പോലെ അവൻ ഓരോ വരികളും കേട്ടു. ശിക്ഷയെന്ന പോലെ അവൾ സ്നേഹിക്കുന്ന മനസ്സ്. പക്ഷെ വജ്ര എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് മറ്റേത് ശബ്ദത്തെയും വാക്കുകളെയും നിലംപരിശാക്കുന്നുണ്ടായിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.